മലപ്പുറത്ത് കൂടുതൽ കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് മലപ്പുറം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള സ്റ്റേറ്റാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്ന ആക്ഷേപം ഏറ്റവും അവസാനം ഈ പോലീസുകാരൻ കൂടി പറയുകയാണ്. ആ ആക്ഷേപത്തിന് കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ്, ഇവിടുത്തെ സ്റ്റേറ്റിനെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാൻ ഏതെങ്കിലും ശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടും ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകൂടം മലപ്പുറം നമുക്കറിയാം. ദേശീയ തലത്തിൽ പോലും മലപ്പുറം എന്ന് പറയുന്ന ടാഗ് എടുത്തു വെച്ചുകൊണ്ട് കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ മലപ്പുറം ഒരു ടെറർ സ്റ്റേറ്റാണ്, ക്രിമിനൽ സ്റ്റേറ്റാണെന്ന് സ്ഥാപിക്കാൻ പോലീസുകാരിൽ ചില ആൾക്കാർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ ഗവൺമെൻറ് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടോ? അതിലെന്തെങ്കിലും കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടോ? സുജിത് ദാസിനെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നു. മാറ്റി നിർത്തേണ്ട സാഹചര്യം എന്താണ്? സുജിത് ദാസിൻ്റെ ഒരു ഓഡിയോ പുറത്തു വന്നപ്പോഴാണ്. അല്ലാതെ സുജിത് ദാസിൻ്റെതായിട്ടുള്ള ഉയർന്നുള്ള പരാതി ഗൗരവതരമാണെന്ന് അദ്ദേഹത്തെ മാറ്റാനില്ല, മറിച്ച് അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിടത്തിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വരികയും അദ്ദേഹത്തെ മാറ്റാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ശബരിമല സ്പെഷ്യൽ ഓഫീസർമാരെ പ്രഖ്യാപിച്ചു. അതിലൊരാൾ സുജിത് ദാസാണ്. ആരോപണ വിധേയനായ വിവാദ നായകനായ അദ്ദേഹം പരിഗണിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെയും മേലെ തലതൊട്ടപ്പനായി കേട്ടുന്ന പേരാരായിരുന്നു? അജിത് കുമാറിൻ്റെതാണ്. അജിത് കുമാറിനെ അവസാന നിമിഷവും സംരക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും എടുത്ത് അട്ടത്ത് വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പോലീസുകാരൻ ഫൈറ്റ് ചെയ്യുന്നത് സുജിത് ദാസിനെതിരെ മാത്രമല്ല, സുജിത് ദാസിൻ്റെ തലപ്പത്തുള്ള DGPയോടോ പോലീസിലെ ഏതെങ്കിലും മാഫിയ സംഘത്തോടോ മാത്രമല്ല, എൻ്റയർ സ്റ്റേറ്റ് ആ മനുഷ്യൻ്റെ കോസിനെതിരായിട്ടാണ് നിൽക്കുന്നത്. ആ മനുഷ്യൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെയാണ്? കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ. നിങ്ങളൊരു ജില്ലയെ ഇങ്ങനെ ചാപ്പയടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പോലീസ് നടത്തുന്ന ഇത്തരം വഴിവിട്ട ഏർപ്പാടുകളെ എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. പക്ഷേ എന്താ നടന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ PR ഏജൻസിയുടെ വരവും അവർ നടത്തിയിട്ടുള്ള അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റും അത് മുഖ്യമന്ത്രി ഏറ്റുപറഞ്ഞതും അതെങ്ങനെ വന്നു എന്നുള്ള ആ ചോദ്യം ഇപ്പോൾ എവിടെ ഇല്ലല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ആ PR ഏജൻസി എഴുതി കൊടുത്തെന്ന് കരുതുന്ന, അല്ലെങ്കിൽ PR ഏജൻസി പങ്കെടുത്തെന്ന് കരുതുന്ന ആ ഇൻ്റർവ്യൂ എങ്ങനെ സംഭവിച്ചു എന്നതിന് പോലും ആൻസറില്ല. മുഖ്യമന്ത്രിയും പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറയുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഭരണകൂടം ഇത്തരം കാര്യങ്ങൾക്കകത്ത് വളരെ ദുരൂഹമായും സംശയാസ്പദവുമായും ഇടപെടുന്നത് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒരു പോലീസുകാരൻ. അയാളെടുക്കുന്ന നടപടിയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അയാൾ പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ ആരോപണമല്ല. ദിവസങ്ങളോളം കേരളം ചർച്ച ചെയ്യുകയും തീർപ്പാകാതെ പോവുകയും മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളുടെ പുകമറയിലൂടെ ഈ സർക്കാർ കടന്നുപോവുകയും ചെയ്ത കേസാണ്. അതിനകത്ത് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം കൊണ്ട്, അയാളുടെ ജീവിതത്തിനെ ഒരു നിർണായകമായ രക്തസാക്ഷിത്വ തീരുമാനം എടുക്കാനുള്ളൂ, അതിനെ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിനോട് സന്ധിയാവാൻ കഴിയില്ല എന്നൊരു ഒരു പൊസിഷൻ എടുക്കുകയാണ്. അയാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. അയാൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല. അത് പോലീസ് സേനയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. പോലീസ് സേനയ്ക്കകത്ത് നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട്, മോശം ആൾക്കാരും ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം മോശം, അങ്ങനെ ഞാൻ മോശം ആൾക്കാരുണ്ട്. നോക്കൂ, ഇപ്പം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊണ്ടുപോയി ഇടിച്ച കേസിനകത്ത് 2 പോലീസുകാർക്കെതിരെയാണ് നടപടി വരുന്നത്. പക്ഷേ 2 പോലീസുകാർ മാത്രമാണ് അതിനകത്തുള്ളത്. അവിടുത്തെ നടപടിയെക്കുറിച്ച്, അവിടെ പോലീസുകാർ നടത്തിയ അതിക്രയെക്കുറിച്ച് ധാരണ ഉണ്ടായിട്ടും വിവരങ്ങൾ കിട്ടിയിട്ടും തെളിവുകൾ കിട്ടിയിട്ടും നടപടിയെടുക്കാതെ അവരെ സംരക്ഷിച്ച് പിടിച്ചു. അവസാനം ഈ വീഡിയോ പുറത്തു വരേണ്ടി വന്നല്ലോ ആക്ഷൻ എടുക്കാൻ. ആ സംരക്ഷിച്ച് പിടിക്കാൻ എൻ്റയർ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടിച്ച 2 പേരും മാത്രമല്ല പ്രതികൾ, ആ കൂട്ടത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഉണ്ട്. എന്നതുപോലെ ഈ പറഞ്ഞ ക്രിമിനൽ സ്വഭാവമുള്ള ഓഫീസേഴ്സിനെ ഒരു സിസ്റ്റം സംരക്ഷിച്ച് പിടിച്ചാൽ ആ സിസ്റ്റം ആകെയും കുഴപ്പമാണ് എന്നത് കാണണം. അതുകൊണ്ട് ഈ പോലീസുകാരൻ ഈ കാര്യത്തിൽ SI എടുത്തിട്ടുള്ള, രാജിവെച്ച മനുഷ്യനെ എടുത്തിട്ടുള്ള അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ ത്യാഗം സഹിച്ചെടുത്തിട്ടുള്ള തീരുമാനത്തെ നാം അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അത് എന്തുമാത്രം ഫലം കാണുമെന്ന് ചോദിച്ചാൽ എല്ലാ പോരാട്ടങ്ങളും വേഗം ജയിക്കാനുള്ളതല്ല. പക്ഷേ അയാളുടെ പോരാട്ടത്തെ നാം അംഗീകരിക്കണം.